നമസ്കാരം. BBC വാർത്തകൾ ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. HRDS ഇന്ത്യയുടെ നേതൃത്വത്തിൽ അടിയന്തരാവസ്ഥയുടെ 50ാം സ്വാതന്ത്ര്യ സമര അനുസ്മരണ സമ്മേളനം നടത്തി. മുൻ MLA PC ജോർജ് ഉദ്ഘാടനം ചെയ്തു. PG ജോസഫ് MLAക്ക് കേരള നിയമസഭയുടെ ആദരം. നിയമസഭാ സ്പീക്കർ AN ഷംസീറിൽ നിന്നും പുരസ്കാരം ഏറ്റുവാങ്ങി. റോയി കൊലക്കേസിൽ പ്രതിക്ക് ജീവപര്യന്തം തടവും 1 ലക്ഷം രൂപ പിഴയും ശിക്ഷ വിധിച്ചു. കുമ്മാട്ടക്കുഴി സുരേഷിനാണ് ജീവപര്യന്തം ശിക്ഷയ്ക്ക് വിധിച്ചത്. നെടുങ്കണ്ടത്ത് ബസ്സിൽ കയറുന്നതിനിടെ സ്വകാര്യ ബസ് മുന്നോട്ടെടുത്ത് ചവിട്ടുപടിയിൽ നിന്നും താഴെ വീണ വയോധികയ്ക്ക് പരിക്ക്. കലിങ്ക് ഇടിഞ്ഞതാണ് ഗർത്തം രൂപപ്പെട്ടത്. വാഹനയാത്രികർക്ക് അപകട ഭീഷണിയാകുന്നു. ആലപ്പുഴ മുതല സംസ്ഥാന പാതയിൽ കഞ്ഞിക്കുഴിക്ക് സമീപം പ്രഭാ സിറ്റിയിലാണ് കലിങ്ക് ഇടിഞ്ഞു താണത്. വാർത്തകൾ വിശദമായി. HRDS ഇന്ത്യയുടെ നേതൃത്വത്തിൽ അടിയന്തരാവസ്ഥയുടെ 50ാം വാർഷികം ആചരിച്ചു. മുൻ MLA PC ജോർജ് ഉദ്ഘാടനം നിർവഹിച്ചു. സ്വാഗത സംഘം ചെയർമാൻ സ്വാമി അയ്യപ്പദാസ് അധ്യക്ഷത വഹിച്ചു. അടിയന്തരാവസ്ഥയിൽ ജയിൽവാസം അനുഭവിക്കേണ്ടി വന്നവരെ ചടങ്ങിൽ ആദരിച്ചു. ജനാധിപത്യ ധ്വംസനവും മൗലികാവകാശങ്ങൾ റദ്ദാക്കലിനും ഇടയായ അടിയന്തരാവസ്ഥയ്ക്കെതിരെ നടന്ന ശക്തമായ പോരാട്ടത്തെ ഇന്ത്യയിലെ 2ാം സ്വാതന്ത്ര്യ സമരമായി പ്രഖ്യാപിച്ച് സമരസേനാനികൾക്ക് പെൻഷനും മറ്റാനുകൂല്യങ്ങളും അനുവദിക്കണമെന്ന് മുൻ MLA PC ജോർജ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളോട് ആവശ്യപ്പെട്ടു. HRDS ഇന്ത്യ തൊടുപുഴയിൽ സംഘടിപ്പിച്ച അടിയന്തരാവസ്ഥയുടെ 50ാം സ്വാതന്ത്ര്യ സമര അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. എന്തുകൊണ്ട് ഈ രണ്ട് മുന്നണിയെയും തള്ളിക്കളയുന്നില്ല കേരളത്തിലെ ജനങ്ങളെന്ന് നമ്മൾ ചർച്ച ചെയ്യേണ്ട സമയം അതിക്രമിച്ചു എന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം. കാരണം LDF പിണറായി വിജയൻ, UDF കോൺഗ്രസ്, അപ്പൊ ആ കോൺഗ്രസ് ആണ് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത്. ഈ ആയിരക്കണക്കിന് ആളുകളെ, ലക്ഷക്കണക്കിന് ആളുകളെ ഇന്ത്യയിൽ കൊന്നൊടുക്കാൻ ഭീകരമായി പീഡനത്തിനിടയാക്കി നശിപ്പിച്ച് ജീവിതം കളഞ്ഞ കോൺഗ്രസ് പാർട്ടിക്ക് അനുകൂലമായി നിൽക്കുന്ന മാനസിക നില കേരളത്തിലെ ജനങ്ങൾക്കുണ്ടെന്ന് പറഞ്ഞാൽ കേരളത്തിലെ ജനങ്ങളെ പറ്റി എന്ത് പറയാന്? അതിന് സപ്പോർട്ട് കൊടുത്ത കമ്മ്യൂണിസ്റ്റുകാരനെ പറ്റി പരാതിയില്ലെങ്കിൽ പിന്നെ നമ്മൾ എന്ത് പറയാന്? ഏതായാലും RSS പോലുള്ള സംഘടനകൾ ശക്തമായി ഈ കാര്യത്തെ പ്രതികരിക്കാൻ ഇറങ്ങിയിരിക്കുന്നു എന്ന് കാണുന്നതിൽ വലിയ സന്തോഷമുണ്ട്. നിങ്ങളെ ഞാൻ അഭിനന്ദിക്കുന്നു. വേറെ പ്രധാനപ്പെട്ട കാര്യമുണ്ട്. അന്ന് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച ആളുകളെ മുഴുവൻ കസ്റ്റഡി എടുക്കുക, ചെയ്യാവുന്ന ദ്രോഹങ്ങൾ മുഴുവൻ ചെയ്യുക. അങ്ങനെയുള്ള കാലഘട്ടത്തിൽ ഇന്ദിരാഗാന്ധി ഒരു കാര്യം സമ്മതിച്ചു. അത് വളരെ വ്യക്തമായി ലേഖനമായി വന്നിട്ടുണ്ട്. ഇന്ത്യയിൽ ഞാൻ ആഗ്രഹിച്ചിട്ട് മുഴുവൻ ആളുകളെ അറസ്റ്റ് ചെയ്യുക, എതിരാളികളെ മുഴുവൻ അറസ്റ്റ് ചെയ്യണമെന്ന് ആഗ്രഹിച്ചു. പക്ഷേ RSSന്റെ പ്രമുഖ ആളുകളെ ഉൾപ്പെടെ ആളുകളെ പിടിക്കാൻ എനിക്ക് കഴിഞ്ഞില്ല എന്ന് കുറ്റസമ്മതം നടത്തിയിട്ടുണ്ട്. അവർ ഇച്ചൂടെ കളിപ്പിച്ച് പറഞ്ഞു, RSSന്റെ 10% ആളുകളെ പോലും കേരളത്തിൽ അറസ്റ്റ് ചെയ്ത് കസ്റ്റഡിയിലാക്കാൻ കഴിഞ്ഞില്ല എന്നതിൽ ദുഃഖമുണ്ട് എന്ന് ഇന്ദിരാഗാന്ധി പറഞ്ഞു എന്ന് പറയുമ്പോൾ കേരളത്തിലെ RSSന്റെ പ്രവർത്തകരുടെ പ്രവർത്തനം എത്രയോ മഹത്തരമാണ് എന്ന് ഞാൻ ചിന്തിച്ചു പോവുകയാണ്. ആ നിലയിൽ തന്നെ പ്രവർത്തനം മുൻപോട്ട് പോട്ടെ എന്നാണ് അവരോട് എനിക്ക് പറയാനുള്ളത്. ഞാൻ ഒരു കാര്യം കൂടെ സൂചിപ്പിക്കാൻ പോകുന്നില്ല. സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തവർക്കെല്ലാം അവകാശങ്ങൾ, പെൻഷൻ, പിന്നെ ഒക്കെ ഉണ്ട്, ഒത്തിരി ഉണ്ട്. എന്തുകൊണ്ട് ഈ അടിയന്തര അവസ്ഥക്കെതിരെയുള്ള പോരാട്ടം, ആ പോരാട്ടം 2ാം സ്വാതന്ത്ര്യ സമരമായി പ്രഖ്യാപിക്കണം എന്നാണ് എന്റെ അഭിപ്രായം. എന്താ സംശയം? ഇത് 2ാം സ്വാതന്ത്ര്യ സമരമാണ്. ആ സ്വാതന്ത്ര്യ സമരത്തിൽ ജീവൻ ത്യജിച്ചവരുടെ കുടുംബത്തിനും അന്ന് അറസ്റ്റ് ചെയ്യപ്പെട്ട് ജയിലിൽ കിടന്നവരുമായ ആളുകൾക്ക് മുഴുവൻ പെൻഷൻ കൊടുക്കുക മാത്രമല്ല, ആനുകൂല്യങ്ങൾ പ്രഖ്യാപിക്കേണ്ട ധാർമ്മികത കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകൾ പ്രകടിപ്പിക്കണം എന്ന് ആവശ്യപ്പെടുകയാണ്. സ്വാഗത സംഘം ചെയർമാൻ സ്വാമി അയ്യപ്പദാസ് അധ്യക്ഷനായി. അടിയന്തരാവസ്ഥയിൽ ജയിൽവാസം അനുഭവിക്കേണ്ടി വന്നവരെ ചടങ്ങിൽ ആദരിച്ചു.
അവരുടെ അനുഭവങ്ങളും പങ്കുവച്ചു. ജനറൽ കൺവീനർ ബിജു കൃഷ്ണൻ, ഹിന്ദു ഐക്യവേദി സംസ്ഥാന പ്രസിഡന്റ് RV ബാബു, കൈതപ്രം വാസുദേവൻ നമ്പൂതിരി, ബിഷപ്പ് ഡോക്ടർ മാത്യൂസ് മാർ തിയോഫിലോസ് കുന്നമ്പിളിൽ, അഡ്വക്കേറ്റ് KM സന്തോഷ് കുമാർ, PM വേലായുധൻ, ഷമീർ മുഹമ്മദ്, KG വേണുഗോപാൽ, P നാരായണൻ, ആശ ലോറൻസ്, രാഹുൽ ചന്ദ്രൻ എന്നിവർ പ്രസംഗിച്ചു. തുടർന്ന് കവിയരങ്ങും ഗാനമേളയും നടന്നു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. PG ജോസഫ് MLAക്ക് കേരള നിയമസഭയുടെ ആദരം. നിയമസഭാ സ്പീക്കർ AN ഷംസീറിൽ നിന്നും പുരസ്കാരം ഏറ്റുവാങ്ങി. ചടങ്ങിൽ സഭാ അധ്യക്ഷന്റെ തീരുമാനങ്ങളും റൂളിംഗുകളും എന്ന പുസ്തകത്തിന്റെ പ്രകാശനം പാർലമെന്ററി കാര്യ മന്ത്രി MP രാജേഷ് PG ജോസഫിന് നൽകി നിർവഹിച്ചു. റോയിയെ കൊലപ്പെടുത്തിയ കേസിൽ പ്രതിക്ക് ജീവപര്യന്തം തടവും 1 ലക്ഷം രൂപ പിഴയും ശിക്ഷ വിധിച്ചു. കുമ്മാട്ടക്കുഴി സുരേഷിനാണ് ജീവപര്യന്തം ശിക്ഷയ്ക്ക് വിധിച്ചത്. പ്രതിയുടെ ഭാര്യയ്ക്ക് കൊല്ലപ്പെട്ട റോയിയുമായി അവിഹിത ബന്ധമുണ്ടെന്ന സംശയത്തിലാണ് കൊലപാതകം നടത്തിയത്. കേസിൽ 29 സാക്ഷിമൊഴികളും 18 രേഖകളും 5 തൊണ്ടിമുതലുകളും പ്രോസിക്യൂഷൻ ഹാജരാക്കി. പ്രോസിക്യൂഷന് വേണ്ടി അഡീഷണൽ പബ്ലിക് പ്രോസിക്യൂട്ടർ ജോണി അലസ് മഞ്ഞക്കുന്നിൽ ഹാജരായി. കോട്ടക്കുളത്ത് 4 മുറി കെട്ടിടത്തിൽ താമസിക്കുന്ന റോയിയെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയായ മറയൂർ വില്ലേജിലെ കുമ്മുട്ടാങ്കുഴിയിൽ ഭഗവതി മകൻ സുരേഷിന് IPC 302 പ്രകാരം ജീവപര്യന്തം തടവും 1 ലക്ഷം രൂപ പിഴയും, കൂടാതെ IPC 449 പ്രകാരം 10 വർഷം തടവും 50,000 രൂപ പിഴയും മുട്ടം തേർഡ് അഡീഷണൽ ജില്ലാ കോടതി ശ്രീമതി സീന വിധി പ്രസ്താവിച്ചു. കേസിനാസ്പദ സംഭവം നടന്ന 27/7/2014 തീയതി വൈകിട്ട് 7 മണിക്കാണ്. കൊല്ലപ്പെട്ട റോയിക്ക് പ്രതിയുടെ ഭാര്യയുമായുള്ള അവിഹിത ബന്ധം ആരോപിച്ചാണ് കൊലപാതകം നടന്നത്. റോയി താമസിക്കുന്ന വീട്ടിൽ അതിക്രമിച്ച് കയറി കല്ലിനിടിച്ചും വാക്കത്തേക്ക് വെട്ടിയുമാണ് റോയെ കൊലപ്പെടുത്തിയത്. 3-ാം CI എന്ന സാം ജോസ് ആണ് കേസ് അന്വേഷിച്ചത്. കേസിലെ 29 സാക്ഷികളെയും 18 രേഖകളും 5 തൊണ്ടിമുതലും കോടതിയിൽ പ്രോസിക്യൂട്ടർ ഹാജരാക്കിയിരുന്നു. കേസിലെ പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടർ ശശികല കോട്ടയം മെഡിക്കൽ കോളേജിലെ പോലീസ് സർജനായ ഡോക്ടർ ശശികല ഹാജരാക്കിയ പോസ്റ്റ്മോർട്ടം സർട്ടിഫിക്കറ്റ് മറ്റ് ശാസ്ത്രീയ തെളിവുകളും കേസിൽ നിർണായകമായി. നെടുങ്കണ്ടത്ത് ബസ്സിൽ കയറുന്നതിനിടെ സ്വകാര്യ ബസ് മുന്നോട്ടെടുത്ത് ചവിട്ടുപടിയിൽ നിന്നും താഴെ വീണ വയോധികയ്ക്ക് പരിക്ക്. കാലുകളിൽ ബസിന്റെ പിൻചക്രം കയറി ഇറങ്ങുകയായിരുന്നു. കായംകുളം സ്വദേശിനി ശാന്തമ്മയ്ക്കാണ് പരിക്കേറ്റത്. ഗുരുതരമായി പരിക്കേറ്റ വയോധികയെ ആദ്യം നെടുങ്കണ്ടം താലൂക്ക് ആശുപത്രിയിലും പിന്നീട് കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. കുമളി മൂന്നാർ സംസ്ഥാന പാതയിൽ നെടുങ്കണ്ടം ടൗണിൽ പടിഞ്ഞാറേക്കവല മാർക്കറ്റ് ജംഗ്ഷനിലാണ് അപകടം നടന്നത്. ജീവനക്കാരുടെ അശ്രദ്ധയാണ് അപകട കാരണമെന്ന് ദൃക്സാക്ഷികൾ പറയുന്നു. ഇങ്ങോട്ട് വരുമോ? പൂയംകുട്ടിയിൽ ഒഴുക്കിൽപ്പെട്ട് കാണാതായ യുവാവിനായി ഊർജിതമായ തിരച്ചിൽ തുടരുന്നു. മണികണ്ഠൻചാൽ സ്വദേശി ബിജുവാണ് അപകടത്തിൽപ്പെട്ടത്. പൂയംകുട്ടിയിലെ മണികണ്ഠൻചാൽ ചപ്പാത്തിലൂടെ നടന്നു വരുന്നതിനിടയിൽ ഒഴുക്കിൽപ്പെടുകയായിരുന്നു. കോതമംഗലത്ത് നിന്നുള്ള സ്കൂബ ടീമിന്റെ നേതൃത്വത്തിലാണ് തിരച്ചിൽ നടക്കുന്നത്. കോതമംഗലം താലൂക്കിലെ പൂയംകുട്ടിയിൽ ഒഴുക്കിൽപ്പെട്ട് കാണാതായ യുവാവിനായി ഊർജിതമായി തിരച്ചിൽ തുടരുന്നു. പൂയംകുട്ടിയിലെ മണികണ്ഠൻചാൽ ചപ്പാത്തിലൂടെ നടന്നു വരുന്നതിനിടയിൽ ഒഴുക്കിൽപ്പെട്ട് കാണാതായ മണികണ്ഠൻചാൽ സ്വദേശി ബിജുവിനായുള്ള കോതമംഗലത്ത് നിന്നുള്ള സ്കൂബ ടീമിന്റെ നേതൃത്വത്തിൽ തിരച്ചിൽ തുടരുകയാണ്. NDRFന്റെയും നേവിയുടെയും സഹായം ലഭ്യമാക്കാൻ ആന്റണി ജോൺ MLA ജില്ലാ കളക്ടറോട് ആവശ്യപ്പെട്ടു. സ്കൂബ ടീം വളരെ വിദഗ്ധരായ അംഗങ്ങളടങ്ങുന്ന സ്കൂബ ടീം അവരുടെ ശക്തമായ തെരച്ചിൽ, അത് ഈ സംഭവം ഉണ്ടായ ചപ്പാത്തിൻ്റെ പ്രദേശത്തിന് മുതൽ നമ്മളിവിടെ നിൽക്കുന്ന ഈ ബ്ലാവന വരെയുള്ള പ്രദേശത്ത് പുഴയുടെ 2 സൈഡിൽ അവർ നിരവധി പ്രാവശ്യം അവരുടെ തെരച്ചിലിപ്പോൾ പൂർത്തീകരിച്ചിട്ടുണ്ട്. വെള്ളം ക്രമാതീതമായ അളവിലാണ് പുഴയിലൂടെ ഒഴുകുന്നത്. മുകൾ പ്രദേശത്ത് ഉരുൾപൊട്ടലോ അല്ലെങ്കിൽ അതിനോട് സമാനമായ സംഭവങ്ങൾ ഉണ്ടാകുന്ന സാഹചര്യത്തിലാണ് ഇത്രയേറെ വെള്ളം പുഴയിലൂടെ സാധാരണ കാണുന്നത്. അപ്പോൾ ശക്തമായ കുത്തൊഴുക്ക് തുടരുന്ന സാഹചര്യത്തിലും ഫയർഫോഴ്സിൻ്റെ സ്കൂബ ടീം നല്ല നിലയിൽ തെരച്ചിൽ തുടരുകയാണ്. ഇവിടെ ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടർ ശ്രദ്ധയിൽ രാവിലെ തന്നെ നമ്മൾ ഈ വിഷയം ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു. ആവശ്യമെങ്കിൽ നേവിയുടെ അടക്കം സഹായം ലഭ്യമാക്കണമെന്നുള്ള ഒരു നിർദ്ദേശം കളക്ടർക്ക് കൊടുത്തിട്ടുണ്ട്.
അദ്ദേഹം ഇതിനോടകം തന്നെ നേവിയുടെ സഹായം ആവശ്യപ്പെട്ട് കത്ത് നൽകിയിട്ടുണ്ടെന്നാണ് കളക്ടർ അറിയിച്ചിട്ടുള്ളത്. റവന്യൂ, ഫയർഫോഴ്സ്, പോലീസ്, ഫോറസ്റ്റ് അധികൃതർ രാവിലെ മുതൽ രക്ഷാപ്രവർത്തനത്തിൽ പങ്കാളികളായി. ആന്റണി ജോൺ MLAയും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കാന്തി വെള്ളക്കൈനും പ്രദേശത്ത് ക്യാമ്പ് ചെയ്ത് രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകി വരികയാണ്. പൈങ്കുളം സെന്റ് റീത്താസ് ഹൈസ്കൂളിൽ മെറിറ്റ് ഡേ സംഘടിപ്പിച്ചു. വിദ്യാരംഗം കലാസാഹിത്യവേദിയുടെയും ഉദ്ഘാടനവും നടത്തി. കുമാരമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗ്രേസി തോമസ് ഉദ്ഘാടനം നിർവഹിച്ചു. അസിസ്റ്റന്റ് മാനേജർ ഫാദർ ജോസഫ് കുന്നുംപുറത്ത് അധ്യക്ഷത വഹിച്ചു. വാർഡ് മെമ്പർ മായ ദിനേശൻ SSLC പരീക്ഷയിൽ എല്ലാ വിഷയങ്ങൾക്കും A+ നേടിയ കുട്ടികൾക്ക് മൊമെന്റോ നൽകി ആദരിച്ചു. പൈങ്കുളം സെന്റ് റീത്താസ് ഹൈസ്കൂളിൽ വിദ്യാരംഗം കലാസാഹിത്യവേദിയും മെറിറ്റ് ഡേയും കുമാരമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗ്രേസി തോമസ് ഉദ്ഘാടനം ചെയ്തു. കുട്ടികൾ മാത്രമല്ല, അവരോടൊപ്പം അധ്യാപകരും കൂട്ടുകാരും മാതാപിതാക്കളും സൗഹൃദങ്ങളെല്ലാം ഒത്തൊരുമിച്ചുള്ള പ്രത്യേകതയുടെ നല്ലൊരു അനുഭവവും ഫലവുമാണ് അവർക്കൊരുക്കിയ വിജയം. ഈ വിജയം ആഘോഷിക്കുന്ന അവസരത്തിന് ഇത് മാത്രമല്ല എനിക്ക് പറയാനുള്ളത്. കാരണം കുട്ടികൾ ഇതെല്ലാം വേണ്ടി നമ്മുടെ സ്കൂളിൽ നിന്ന് പുറത്തേക്ക് പോകുമ്പോൾ അവരുടെ മുമ്പിൽ വളരെ വിശാലമായ ലോകം, നല്ലതും ചീത്തയുമായ പല കാര്യങ്ങളും ഉൾക്കൊള്ളാൻ അവർക്ക് പറ്റാത്ത വിധത്തിലുള്ള ലോകത്തിലേക്കാണ് കടന്നു പോകുന്നത്. അങ്ങനെ കടന്നു പോകുന്ന ഈ അവസരത്തിൽ കുട്ടികളുടെ നല്ല ഭാവിക്കും വേണ്ടി മാതാപിതാക്കൾ ഏറ്റവും കൂടുതൽ പ്രാർത്ഥിക്കണം. കുറച്ച് മാതാക്കളുടെ എടുപ്പുണ്ട്. തന്നെയായാലും നിങ്ങളിതുവരെ കണ്ടതല്ല കുട്ടികളുടെ ലോകം, അതൊന്നും മറന്നു പോകരുത്. അവർക്ക് എപ്പോഴും ഓർമ്മിപ്പിച്ചു കൊടുക്കൊണ്ടും അവരുടെ കൂടെ താഴായി കടലായി നിന്നുകൊണ്ടും അവർക്കൊരു നല്ല ജീവിതവും നല്ലൊരു ഭാവിയും പങ്കുവെത്തി കൊടുക്കാൻ മാതാപിതാക്കൾ ഏറ്റവും കൂടുതൽ പ്രയത്നിക്കണം. അത് പ്രാർത്ഥനയാണ് അതിൽ ഏറ്റവും ഒന്നാമതായിട്ടുള്ള കാര്യം. സൂചിപ്പിച്ചതുപോലെ അസിസ്റ്റന്റ് മാനേജർ ഫാദർ ജോസഫ് കുന്നുംപുറത്തിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ വാർഡ് മെമ്പർ മായ ദിനേശൻ കഴിഞ്ഞ SSLC പരീക്ഷയിൽ എല്ലാ വിഷയങ്ങൾക്കും A+ നേടിയ കുട്ടികളെ മൊമെന്റോ നൽകി ആദരിച്ചു. Devika Visaji, Nayana Vidu, N. Suryanarayanan, ഹെഡ്മാസ്റ്റർ സോണി മാത്യു, MPTA പ്രസിഡന്റ് ജെസി ഷാജി, സ്റ്റാഫ് സെക്രട്ടറി സിഗി മാത്യു എന്നിവർ പ്രസംഗിച്ചു. എല്ലാ അധ്യാപകരെയും അതുപോലെ തന്നെ കുട്ടികൾക്ക് പ്രോത്സാഹനം നൽകിയ മാതാപിതാക്കളെയും അതുപോലെ കഠിനാധ്വാനത്തിലൂടെ വിജയം വരിച്ച പ്രിയപ്പെട്ട കുട്ടികളെയും പ്രത്യേകമായി സെന്റ് റീത്താസ് ഹൈസ്കൂളിന്റെ പേരിൽ അഭിനന്ദിക്കുകയാണ്. ഈ വിജയം ഇവിടെ കൂടിയിരിക്കുന്ന മറ്റു കുട്ടികൾക്ക് ഒരു പ്രചോദനമാകണം. അടുത്ത വർഷവും നമ്മൾ ഈ വിജയം ആവർത്തിക്കണം, കൂടുതൽ A+കൾ നേടണം. അതുപോലെ തന്നെ 100% വിജയം നേടിക്കൊണ്ട് നമ്മുടെ ഈ വിജയം ആവർത്തിച്ച് മുന്നോട്ട് കൊണ്ടുപോകണമെന്നാണ് എനിക്ക് അവർക്ക് പറയുവാനുള്ളത്. അതോടൊപ്പം തന്നെ 100% ഈ A+ കിട്ടിയ കുട്ടികളോട് എനിക്ക് ഒരു ചെറിയ കാര്യങ്ങൾ പറയുവാനുണ്ട്. ജീവിതം ഒരു 100 മീറ്റർ ഓട്ടമാണെങ്കിൽ അതിൽ 50 മീറ്റർ മാത്രമേ നമ്മൾ ഓടി തീർന്നിട്ടുള്ളൂ. അപ്പോൾ ഈ 100 മീറ്റർ ഓട്ടത്തിൽ 50 മീറ്റർ ഓട്ടം നിങ്ങൾ നന്നായിട്ട് ഓടിയെത്തി എന്നുള്ളത് അഭിനന്ദനാർഹമാണ്. ഈ പൊസിഷനിൽ നിങ്ങൾ വളരെ നല്ല രീതിയിൽ അധ്വാനിച്ച് വിജയം നേടി. ഇനി ഒരു 10 വർഷം അല്ലെങ്കിൽ 15 വർഷം കഴിയുമ്പോൾ നിങ്ങൾ ഇതേ വേദിയിൽ വന്ന് പറയുവാനായിട്ട് അവസരം ഉണ്ടാകണം. 10 വർഷം മുമ്പ് ഞാനൊരു ഫുൾ A+ മേടിച്ചതാണ്, ഇപ്പോൾ ഞാനൊരു മികച്ച നിലയിലെത്തിയിരിക്കുന്നു, ഉന്നത സ്ഥാനത്ത് എത്തിയിരിക്കുന്നു എന്ന് പറയുവാനായിട്ട് നിങ്ങൾക്ക് കഴിയണം. അപ്പോൾ അതിനായിട്ട് കഠിനാധ്വാനം അത്യാവശ്യമാണ്. തുടർന്ന് കുട്ടികളുടെ വിവിധ കലാപരിപാടികൾ അരങ്ങേറി. പരിപാടികൾക്ക് അധ്യാപകരായ ജോബിൻ സി മാത്യു, തുഷാര പ്രദീപ്, ജിനി ജോർജ്, ആൻമേരി മാനുവൽ, ബിൻസി ടൈറ്റസ്, അൻവിൻ ജോസ്, തോമസ് ഫ്രാൻസിസ്, ജോസ് ജെയിംസ് തുടങ്ങിയവർ നേതൃത്വം നൽകി. Sura
സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ട്രാഫിക് ആൻഡ് ആന്റി റാഗിംഗ് അവയർനെസ് ക്ലാസ് സംഘടിപ്പിച്ചു. കാളിയാർ പോലീസ് സ്റ്റേഷനിലെ SHOയും CAയുമായ ബിജു ജോൺ ലൂക്കോസ് ക്ലാസ് നയിച്ചു. സ്കൗട്ട് മാസ്റ്റർ ബിജു ജോസഫ്, ഗേറ്റ് ക്യാപ്റ്റനും സോഷ്യൽ വർക്ക് ക്ലബ് കോർഡിനേറ്ററുമായ ജൂലിൻ ജോസ്, NSS പ്രോഗ്രാം ഓഫീസർ ഡാലി ജോർജ്, കരിയർ ഗേറ്റ് ജോയിസ് ജോർജ് എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. കാളിയാർ സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ റോഡ് സുരക്ഷയ്ക്കും റാഗിംഗ് വിരുദ്ധ ബോധവൽക്കരണത്തിനുമായി പ്രത്യേക ക്ലാസുകൾ സംഘടിപ്പിച്ചു. കാളിയാർ പോലീസ് സ്റ്റേഷനിലെ SHOയും CAയുമായ ബിജു ജോൺ ലൂക്കോസ് ആണ് ക്ലാസ് നയിച്ചത്. റാഗിംഗ് ഒരു കുറ്റകൃത്യമാണ് എന്നും അതിനെതിരെ വിദ്യാർത്ഥികൾ ജാഗ്രതയോടെയും ഉത്തരവാദിത്ത ബോധത്തോടെയും നിലകൊള്ളണമെന്നും അദ്ദേഹം പറഞ്ഞു. റോഡുകൾ സുരക്ഷിതമാക്കുവാൻ ഇളം തലമുറയുടെ പങ്ക് നിർണായകമാണെന്നും വാഹനമോടിക്കുന്നതിന്റെ നിയമപരമായ ചുമതലകളും അപകടങ്ങൾ ഒഴിവാക്കുവാനുള്ള മുന്നൊരുക്കങ്ങളുമാണ് ട്രാഫിക് ബോധവൽക്കരണ ക്ലാസിന്റെ മുഖ്യ താൽപര്യമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ക്ലാസിന്റെ അവസാനം വിദ്യാർത്ഥികളുടെ ചോദ്യങ്ങൾക്ക് അദ്ദേഹം മറുപടി നൽകി. സ്കൗട്ട് മാസ്റ്റർ ബിജു ജോസഫ്, ഗേറ്റ് ക്യാപ്റ്റനും സോഷ്യൽ വർക്ക് ക്ലബ് കോർഡിനേറ്ററുമായ ജൂലിൻ ജോസ്, NSS പ്രോഗ്രാം ഓഫീസർ ഡാലി ജോർജ്, കരിയർ ഗേറ്റ് ജോയിസ് ജോർജ് എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, പണ്ണപ്പുറം. കോതമംഗലം ടൗൺ പരിസരം വനമാക്കാനുള്ള വനംവകുപ്പിന്റെ നീക്കം ജനങ്ങളോടുള്ള വെല്ലുവിളിയാണെന്ന് ആം ആദ്മി പാർട്ടി പ്രവർത്തകർ ആരോപിച്ചു. കോതമംഗലം തടിയിടിപ്പോയിൽ നിന്നും പാഴ്മരങ്ങൾ വളർന്ന് പൊതുവഴിയിലേക്കും മറ്റും അപകടകരമായ വിധം ചാഞ്ഞുകിടക്കുകയാണ്. ദിനംപ്രതി ആയിരക്കണക്കിന് സാധാരണക്കാർ വന്നുപോകുന്ന താലൂക്ക് ആശുപത്രിയും ഇവിടെയാണ് സ്ഥിതി ചെയ്തത്. ഇത് സംബന്ധിച്ച് കോതമംഗലം DFOയ്ക്ക് പരാതി നൽകി. എത്രയും പെട്ടെന്ന് ഇതിന് പരിഹാരം കാണണമെന്ന് AAP പ്രവർത്തകർ ആവശ്യപ്പെട്ടു. കോതമംഗലം താലൂക്ക് ആസ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്ന വനംവകുപ്പിന്റെ തടി ഡിപ്പോയിൽ വർഷത്തിൽ വളരെ ചുരുങ്ങിയ സമയത്ത് മാത്രമാണ് ലേലത്തിനായി തടികൾ ഡംപ് ചെയ്യുന്നത്. ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസ്, റേഞ്ച് ഓഫീസ് ക്വാർട്ടേഴ്സുകൾ അടക്കമുള്ള തടി ഡിപ്പോ 1 ഏക്കർ 97 സെന്റ് സ്ഥലത്തിന്റെ ചുറ്റുമതിലിനോട് ചേർന്ന് ഒരു പ്രയോജനവുമില്ലാത്ത മഴമരങ്ങൾ പോലെയുള്ള പാഴ്മരങ്ങൾ വളർന്ന് നാഷണൽ ഹൈവേയിലേക്കും താലൂക്ക് ആശുപത്രി, കോതമംഗലം മുനിസിപ്പാലിറ്റി, പൊതുമരാമത്ത് വകുപ്പ്, റെസ്റ്റ് ഹൌസ്, സബ് ട്രഷറി, സബ് രജിസ്ട്രാർ ഓഫീസ് എന്നിവയുടെ പൊതുവഴിയിലേക്കും അപകടകരമായ വിധം ചാഞ്ഞുകിടക്കുകയാണ്. ദിനംപ്രതി ആയിരക്കണക്കിന് ആദിവാസികളടക്കം ചികിത്സയ്ക്കായി വന്നുപോകുന്ന താലൂക്ക് ആശുപത്രിയും ഈ വനം വകുപ്പ് ഓഫീസിനോട് ചേർന്നാണ് സ്ഥിതി ചെയ്യുന്നത്. പ്രകൃതിക്ഷോഭങ്ങളടക്കം ദുരന്തങ്ങളുണ്ടാകുന്ന ഈ സമയത്ത് ഇത് നിയന്ത്രിക്കാൻ ഉത്തരവാദിത്തമുള്ളവർ കണ്ടില്ലെന്ന് നടിക്കുന്നത് അംഗീകരിക്കാൻ കഴിയില്ലെന്നും ചൂണ്ടിക്കാട്ടി. ആയിരക്കണക്കിന് വണ്ടി മുനിസിപ്പാലിറ്റിയുടെ ഫണ്ടുകളായി ഗവൺമെന്റ് അതിലേക്ക് ആദിവാസികൾ നിങ്ങൾ സംരക്ഷിക്കേണ്ട ആളുകളാണ് ഏറ്റവും കൂടുതൽ. അവരുടെ വരുമ്പോൾ 2-3 പേരെ അതിനകത്ത് കൂട്ടുകാരുമാണ്. നാടും തന്നെയാണ് ആവശ്യത്തിന് വീട്ടിൽ ഹസ്ബൻഡ് അവർ വണ്ടിയിലിട്ടുണ്ടാവും. ഈ സാധനം ഒടുങ്ങുന്ന കംപ്ലീറ്റ് ഇവിടെ മുനിസിപ്പാലിറ്റിയുടെ ഫണ്ടിലൊക്കെ അല്ലേ വിലയുള്ള മലകളാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. ഇതൊക്കെ പാടുമലകളാണ്. ഇത് ഒഴിഞ്ഞ് ആ സൈഡിൽ നടന്നു പോകുന്ന ആൾക്കാരുടെ മേളിലേക്ക് വെളുത്ത് വീണാൽ. കോതമംഗലം DFOയ്ക്ക് രേഖാമൂലം പരാതി നൽകിയതായി ആം ആദ്മി പാർട്ടി നേതാക്കളായ KS ഗോപിനാഥൻ, വിജോയ് പുളിക്കൽ, ലാലു മാത്യു, കുമാരൻ CK, കുഞ്ഞിത്തൊമ്മൻ ഇലഞ്ഞിക്കൽ എന്നിവർ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോതമംഗലം. കലിങ്ക് ഇടിഞ്ഞതാണ് ഗർത്തം രൂപപ്പെട്ടത് വാഹനയാത്രികർക്ക് അപകട ഭീഷണിയാകുന്നു. ആലപ്പുഴ മധുര സംസ്ഥാന പാതയിൽ കഞ്ഞിക്കുഴിക്ക് സമീപം പ്രഭാ സിറ്റിയിലാണ് കലിങ്ക് ഇടിഞ്ഞതാണ് ഗർത്തം രൂപപ്പെട്ടിരിക്കുന്നത്. വാഹനയാത്രികർക്ക് ഇത് അപകട ഭീഷണി സൃഷ്ടിക്കുകയാണ്. ആലപ്പുഴ മധുര സംസ്ഥാന പാതയുടെ ഭാഗമായ ചേലച്ചുവട് വണ്ണപ്പുറം റോഡിൽ കഞ്ഞിക്കുഴിക്ക് സമീപമാണ് കലിങ്ക് ഇടിഞ്ഞതാണ് ഗർത്തം രൂപപ്പെട്ടത്. വാഹനയാത്രികർക്ക് ഗർത്തം രൂപപ്പെട്ടതിന്റെ തൊട്ടടുത്തെത്തിയാൽ മാത്രമേ ഇത് കാണാൻ സാധിക്കൂ എന്നതും അപകട ഭീഷണിക്ക് കാരണമാകുന്നു. കലിങ്ക് ഇടിഞ്ഞതാണ് ഭാഗത്ത് അപകട മുന്നറിയിപ്പ് ബോർഡ് സ്ഥാപിക്കാൻ പോലും PWD അധികാരികൾക്ക് സാധിച്ചിട്ടില്ല. പ്രദേശവാസികൾ കുത്തിനാട്ടിയ 2 കമ്പ് കഷ്ണങ്ങൾ മാത്രമാണ് അപകട മുന്നറിയിപ്പായി ഇപ്പോൾ ഉള്ളത്. ഈ റോഡ് ആലപ്പുഴ മധുര സ്റ്റേറ്റ് ഹൈവേ ആണ്. ഈ ഹൈവേയിൽ വളരെ ദുഷ്കരമായ രീതിയിൽ പല ടേണിങ്ങുകളും അതുപോലെ ഈ ഗർത്തങ്ങളും ഒക്കെ ഒത്തിരി നാളായിട്ടുണ്ടായിരുന്നു. ഇതുവരെ അത് അധികാരികളത് കാണുമോ അതിൻ്റെ വേണ്ട നടപടി സ്വീകരിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. വളരെ ഇതാണ്. അതുപോലെ തന്നെ വളവുകളൊക്കെ ഒന്നും നൂർത്തിട്ടില്ല. കട്ടറുകൾ സൈഡിൽ, റോഡ് സൈഡിൽ കട്ടറുകൾ, ഒത്തിരി ബൈക്കുകൾ അപകടത്തിൽപ്പെടുന്നു. വളരെ മോശമാണ്. ഇത് എത്രയും പെട്ടെന്ന് നൂറുകണക്കിന്, ഒരു ദിവസം ആയിരക്കണക്കിന് വാഹനങ്ങൾ ഇതുവഴി കടന്നു പോകുന്നതാണ്. എത്രയും പെട്ടെന്ന് അധികാരികൾ ഈ റോഡിന് വേണ്ട നടപടികൾ യാത്രാസുഖമാക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട്. തള്ളക്കാനം മുതൽ പഴയരിക്കണ്ടം വരെയുള്ള റോഡ് അടുത്ത നാളിൽ പുതുക്കി പണിതപ്പോൾ 40 വർഷം മുൻപ് നിർമ്മിച്ച കലിങ്ക് സംരക്ഷണ ഭിത്തി ബലപ്പെടുത്താത്തതാണ് ഗർത്തം രൂപപ്പെടുവാൻ കാരണം. ദിനംപ്രതി 100 കണക്കിന് ഭാരവാഹനങ്ങൾ കടന്നുപോകുന്ന സംസ്ഥാന പാതയിലെ ഗർത്തം രൂപപ്പെട്ട ഭാഗം അടിയന്തരമായി പുനർനിർമ്മിക്കണമെന്നാണ് നാട്ടുകാരും യാത്രക്കാരും ആവശ്യപ്പെടുന്നത്. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. ഇടുക്കി ജില്ലയിൽ ഡെങ്കിപ്പനി കേസുകൾ കൂടുതലായി റിപ്പോർട്ട് ചെയ്യപ്പെടുന്നതിനാൽ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് ആരോഗ്യവകുപ്പ് അധികൃതർ അറിയിച്ചു. ജില്ലയിൽ 40 കേസുകളാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്.
കൊതുകുകളുടെ ഉറവിടം കണ്ടെത്തി അവയെ നശിപ്പിച്ച് കൊതുക് കടിയേൽക്കാനുള്ള സാഹചര്യങ്ങൾ പരമാവധി ഒഴിവാക്കിയാൽ ഡെങ്കിപ്പനിയെ പ്രതിരോധിക്കാൻ സാധിക്കുമെന്നും ആരോഗ്യവകുപ്പ് അധികൃതർ അറിയിച്ചു. ജില്ലയിൽ ഡെങ്കിപ്പനി കേസുകൾ കൂടുതലായി റിപ്പോർട്ട് ചെയ്യപ്പെടുന്നതിനാൽ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് ആരോഗ്യവകുപ്പ് അധികൃതർ അറിയിച്ചു. ജില്ലയിൽ 40 കേസുകളാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. വണ്ടിപ്പെരിയാർ 9, തൊടുപുഴ 8, പുറപ്പുഴ 7, കുമാരമംഗലം 4, അറക്കുളം 3, ദേവിയാർ കോളനി 3, കരിമണ്ണൂർ 3, വാഴത്തോപ്പ് 3 എന്നിങ്ങനെയാണ് കണക്കുകൾ. പകൽ നേരങ്ങളിൽ കടിക്കുന്ന ഈഡിസ് വിഭാഗത്തിൽപ്പെടുന്ന കൊതുകുകൾ പരത്തുന്ന ഒരു വൈറസ് രോഗമാണ് ഡെങ്കിപ്പനി. പെട്ടെന്നുണ്ടാകുന്ന കടുത്ത പനി, തലവേദന, പേശിവേദന, വിശപ്പില്ലായ്മ, മനം പുരട്ടൽ, ഛർദി, ക്ഷീണം, ചുമ, കണ്ണിനു പിറകിലുണ്ടാകുന്ന വേദന എന്നിവയാണ് ലക്ഷണങ്ങൾ. ലക്ഷണങ്ങൾ കണ്ടാൽ ഉടൻ തന്നെ വൈദ്യസഹായം തേടണമെന്ന് ആരോഗ്യവകുപ്പ് അധികൃതർ അറിയിച്ചു. കൊതുകുകളുടെ ഉറവിടം കണ്ടെത്തി അവയെ നശിപ്പിച്ച് കൊതുക് കടിയേൽക്കാനുള്ള സാഹചര്യങ്ങൾ പരമാവധി ഒഴിവാക്കിയാൽ ഡെങ്കിപ്പനിയെ പ്രതിരോധിക്കാൻ സാധിക്കുമെന്നും ആരോഗ്യവകുപ്പ് അധികൃതർ വ്യക്തമാക്കി. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. ഡോക്ടർ ശ്യാമപ്രസാദ് മുഖർജി അനുസ്മരണവും പുഷ്പാർച്ചനയും ആലക്കോട് BJP ഓഫീസിൽ സംഘടിപ്പിച്ചു. മണപ്പുറം മണ്ഡലം പ്രസിഡന്റ് പ്രമോദ് ദീപം തെളിയിച്ച് ഉദ്ഘാടനം നിർവഹിച്ചു. അനുസ്മരണ സമ്മേളനത്തിൽ മണ്ഡലം ജനറൽ സെക്രട്ടറി KG സന്തോഷ്, പഞ്ചായത്ത് പ്രസിഡന്റ് പ്രകാശ് കലേന്താനി, കുറുവച്ചൻ മരങ്ങാട്ട്, ജിജോ, വിനോദ്, തോമസ്, അജയൻ, ഷാജി, കൃഷ്ണാർജുൻ, അനുരാജൻ, നാരായണൻ, മഹേഷ് എന്നിവർ പങ്കെടുത്തു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. HRDS ഇന്ത്യയുടെ നേതൃത്വത്തിൽ അടിയന്തരാവസ്ഥയുടെ 50ാം സ്വാതന്ത്ര്യ സമര അനുസ്മരണ സമ്മേളനം നടത്തി. മുൻ MLA PC ജോർജ് ഉദ്ഘാടനം ചെയ്തു. PG ജോസഫ് MLAക്ക് കേരള നിയമസഭയുടെ ആദരം. നിയമസഭാ സ്പീക്കർ AN ഷംസീറിൽ നിന്നും പുരസ്കാരം ഏറ്റുവാങ്ങി. റോയി കൊലക്കേസിൽ പ്രതിക്ക് ജീവപര്യന്തം തടവും 1 ലക്ഷം രൂപ പിഴയും ശിക്ഷ വിധിച്ചു. കുമ്മാട്ടക്കുഴി സുരേഷിനാണ് ജീവപര്യന്തം ശിക്ഷയ്ക്ക് വിധിച്ചത്. നെടുങ്കണ്ടത്ത് ബസ്സിൽ കയറുന്നതിനിടെ സ്വകാര്യ ബസ് മുന്നോട്ടെടുത്ത് ചവിട്ടുപടിയിൽ നിന്നും താഴെ വീണ വയോധികയ്ക്ക് പരിക്ക്. കലിങ്ക് ഇടിഞ്ഞതാണ് ഗർത്തം രൂപപ്പെട്ടത്. വാഹനയാത്രികർക്ക് അപകട ഭീഷണിയാകുന്നു. ആലപ്പുഴ മധുര സംസ്ഥാന പാതയിൽ കഞ്ഞിക്കുഴിക്ക് സമീപം പ്രഭാ സിറ്റിയിലാണ് കലിങ്ക് ഇടിഞ്ഞു താണത്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു.